ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എം.ടി. വാസുദേവൻ നായർ എഴുതിയ മഞ്ഞ് എന്ന നോവലിനെ കുറിച്ചാണ്. വളരെ കുറച്ച് സംഭാഷണങ്ങളും കഥാപാത്രങ്ങളും മാത്രമുള്ള ഒരു നോവലാണ് മഞ്ഞ്. നൈനിറ്റാളിലാണ് ഈ കഥ നടക്കുന്നത്. ഒരു ബോർഡിംഗ് സ്കൂളിലെ അധ്യാപികയായ വിമലാദേവി തൻ്റെ പ്രണയിതാവിനെ കാത്ത് പ്രതീക്ഷയോടെ ഇരിക്കുന്നതാണ് ഈ നോവലെന്നും പറയാം. അച്ഛനും അമ്മയും സഹോദരിയും സഹോദരനുമൊക്കെയുള്ള കുടുംബം ഉണ്ടായിട്ടുകൂടി വിമല അവരിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. കുടുംബത്തോടൊപ്പമുള്ള ജീവിതത്തെ വെറുക്കുകയും അതേസമയം ഏകാന്തത ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയാണ് അവർ. സാധാരണ എം.ടി. എഴുതുന്ന കഥകളുടെ പശ്ചാത്തലമായ വള്ളുവനാടിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു ചുറ്റുപാടിലാണ് കഥ നടക്കുന്നത്. മഞ്ഞിൻ്റെ കഥ പ്രസിദ്ധ നോവലിസ്റ്റായ നിർമ്മൽ വർമ്മ 1956 എഴുതിയ പരീന്ദ എന്ന കഥയിൽ നിന്നാണ് എടുത്തതെന്ന ആരോപണം ഉയർന്നിരുന്നെങ്കിലും എം.ടിയും വർമ്മയും ഈ ആരോപണത്തെ നിഷേധിക്കുകയാണ് ചെയ്തത്. മഞ്ഞ് നിറഞ്ഞ മനോഹരമായ ഹിമാലയൻ കൊടുമുടികളും മനോഹരമായ തടാകവുമെല്ലാമുള്ള സ്ഥലത്താണ് കഥ നടക്കുന്നത്. ആ പട്ടണത്തിലെ ഒരു സ്കൂളിലാണ് വിമല ജോലി ചെയ്യുന്നത്. എല്ലാ വിദ്യാർത്ഥികളും ജീവനക്കാരും വേനലവധിയുടെ തുടക്കത്തിൽ സ്കൂൾ വിടുന്നുണ്ടെങ്കിലും വിമല അവിടെ തന്നെ നിൽക്കുന്നു. അവധിക്ക് എപ്പോഴാണ് നാട്ടിൽ പോകുന്നതെന്ന് ചോദിച്ചാൽ നാളെ എന്നാണ് അവർ പറയുക. പിന്നീട് അവധി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എപ്പോൾ തിരിച്ചെത്തിയെന്ന ചോദ്യത്തിന് ഇന്നലെ എന്നും മറുപടി നൽകുന്നു. അങ്ങനെ നാളേക്കും ഇന്നലേക്കുമിടയിലാണ് അവളുടെ വേനൽക്കാലം കടന്നു പോകുന്നത്. അവളുടെ അച്ഛൻ വലിയൊരു പേട്രിയാർക്കായിരുന്നു. അമ്മയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്നും സഹോദരിയും മറ്റൊരാളുമായി കറങ്ങി നടക്കുകയാണെന്നും നോവലിൽ പറയുന്നു. സഹോദരനാണെങ്കിൽ മയക്കുമരുന്നിലും ചൂതാട്ടത്തിലും ഏർപ്പെട്ട് അലഞ്ഞു നടക്കുകയും ചെയ്യുന്നു. അവരാരും തന്നെ വിമലയെ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വിമലയും അവധിക്ക് വീട്ടിലേക്ക് പോകുന്നത് നിർത്തുകയാണ് ചെയ്തത്. ആ വേനൽക്കാലത്ത് അവൾ തടാകത്തിലേക്ക് പോകുകയും പുതിയൊരു ഫെറിമാനുള്ള കടത്തുവള്ളത്തിൽ പോവുകയും ചെയ്യുന്നുണ്ട്. പണ്ടേ നഷ്ടപ്പെട്ട തൻ്റെ അച്ഛൻ്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന ഒരു ആൺകുട്ടിയാണ് കടത്തുകാരനായി വരുന്നത്. വിമലയുടെ കഴിഞ്ഞ കാലത്തേക്കും അവളുടെ പ്രണയത്തിലേക്കും കഥ പിന്നീട് സഞ്ചരിക്കുന്നുണ്ട്. അവളുടെ കഴിഞ്ഞ കാലത്തിൽ അവൾക്ക് ഒരു യുവാവുമായി പ്രണയമുണ്ടാകുന്നുണ്ട്. ചില കാരണങ്ങളാൽ മടങ്ങിപ്പോയ അവൻ്റെ തിരിച്ചുവരവിനായി അവൾ കാത്തിരിക്കുകയാണ്. അവളുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള കഥ അവ്യക്തമായ രീതിയിലാണ് പറഞ്ഞു പോകുന്നതെങ്കിലും അവളുടെ പ്രണയത്തിൻ്റെ ആഴം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. മഞ്ഞ് കാത്തിരിപ്പിൻ്റെ ഒരു പുസ്തകമായി പറയാം. മഞ്ഞുകാലം വന്നു ചേരാൻ വേണ്ടിയുള്ള വേനലിൻ്റെ കാത്തിരിപ്പ്, വിനോദസഞ്ചാരികൾക്കായുള്ള ഒരു നഗരത്തിൻ്റെ കാത്തിരിപ്പ്, അച്ഛൻ്റെ തിരിച്ചുവരവിനായുള്ള മകൻ്റെ കാത്തിരിപ്പ്, കാമുകന് വേണ്ടിയുള്ള ഒരു സ്ത്രീയുടെ കാത്തിരിപ്പ്, അങ്ങനെ ഒരുപാട് പേരുടെ കാത്തിരിപ്പിൻ്റെയും പ്രണയത്തിൻ്റെയും കഥയാണ് മഞ്ഞ്. ഇവിടെ ഭൂതകാലം വർത്തമാനകാലത്തേക്കാൾ പ്രാധാന്യം അർഹിക്കപ്പെടുന്നുണ്ട് ഓരോരുത്തരുടെയും ജീവിതത്തിൽ. ഈ നോവൽ വിമലയെക്കുറിച്ചാണ്, അവളുടെ ചിന്തകളെയും വേദനകളെയും പ്രണയത്തിനെയും കാത്തിരിപ്പിനെയും കുറിച്ച്. ആ ചിന്തകൾ വായനക്കാർ നോക്കിക്കാണുകയാണ് ചെയ്യുന്നത്. ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു മുഖംമൂടി ധരിച്ചുകൊണ്ട് അവൾ ജീവിക്കുന്നു. അവളുടെ വേദനകളെ മഞ്ഞ് പൊതിഞ്ഞ് ആവരണമായി നിലകൊള്ളുകയും വേനൽക്കാലം അതിനെ ഉരുക്കി വേദനയെ വീണ്ടും പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. വേനൽക്കാലം അവൾക്ക് എപ്പോഴും ബുദ്ധിമുട്ടായിരുന്നു. മഞ്ഞു പെയ്യാനായാണ് അവൾ കൊതിച്ചത്. വിമലയുടെ കാത്തിരിപ്പിന് ഒരന്ത്യമില്ലാത്തതുപോലെ കഥയ്ക്കും അവസാനമില്ലെന്ന് പറയാം. കഥാന്ത്യത്തിൽ നമ്മളും വിമലയെപ്പോലെ ഒരു കാത്തിരിപ്പിലേക്ക് വഴുതി വീഴുകയാണ് ചെയ്യുന്നത്. അവ്യക്തതയിലെ വ്യക്തതയും അപൂർണതയിലെ പൂർണ്ണതയുമാണ് മഞ്ഞെന്നും പറയാം. വിമലയുടെ കാത്തിരിപ്പിന് അവസാനമുണ്ടാകുമെന്നോ അല്ലെങ്കിൽ അവളുടെ പ്രണയം അവളെ തേടി ഇനി തിരിച്ചു വരുമെന്നോ ആർക്കും തന്നെ പറയാൻ സാധിക്കുന്നില്ല. വിമലയ്ക്കും ഇക്കാര്യത്തിൽ സംശയങ്ങളുണ്ടെന്ന് തന്നെ പറയാം. എങ്കിലും തീർച്ചയായും ഒരു നാൾ വന്നു ചേരുമെന്ന് അവൾ അവളുടെ മനസ്സിനെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. വായനക്കാരും അതേ വിശ്വാസത്തോടു കൂടി തന്നെയാണ് മുന്നോട്ടു പോകുന്നത്. പ്രണയമെന്നാൽ കാത്തിരിപ്പിൻ്റേതു കൂടിയാണെന്നാണ് നോവൽ പറയുന്നത്. അതുകൊണ്ടാണ് തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാഞ്ഞിട്ടുകൂടി അവൾ അത്രയും വർഷങ്ങൾ അയാൾക്കു വേണ്ടി കാത്തിരിക്കുന്നത്. പ്രണയത്തെയും കാത്തിരിപ്പിനെയും കുറിച്ച് മാത്രമല്ല, പ്രകൃതിയുടെ സൗന്ദര്യത്തെയും കുറിച്ച് നോവലിൽ പറയുന്നുണ്ട്. കഥയുടെ തുടക്കം മുതൽ അവസാനം വരെ പ്രകൃതി ഒരു കേന്ദ്ര കഥാപാത്രമായി തന്നെ നോവലിൽ വരുന്നുണ്ട്. മഞ്ഞുകാലത്തിൻ്റെ നൈർമല്യതയും അതിൻ്റെ പരിശുദ്ധിയും നോവലിൽ വ്യക്തമായി വായനക്കാർക്ക് വായിച്ചറിയാൻ കഴിയുന്നുണ്ട്. മഞ്ഞ് ഒരു കേന്ദ്ര കഥാപാത്രമായി നോവലിൽ അങ്ങനെ കടന്നുകൂടുന്നുമുണ്ട്.
ആ മഞ്ഞ് അവളെ കാത്തിരിപ്പിൻ്റെ വേദനയിൽ നിന്നും ആശ്വാസമേകുന്നുമുണ്ട്. ആ മഞ്ഞു തീർത്ത പുകമറയ്ക്കുള്ളിലിരുന്നു കൊണ്ട് അവൾ തൻ്റെ പ്രണയത്തെയും പ്രണയിതാവിനെയും കാത്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും വായിച്ചു നോക്കേണ്ട ഒരു കഥ തന്നെയാണ് മഞ്ഞ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.